കേരള ബ്ലാസ്റ്റേഴ്സ് എന്ന ക്ലബിന്റെ കഴിഞ്ഞ കുറച്ചു വർഷത്തെ കഥയെടുത്ത് നോക്കിയാൽ ഇതൊരു സാധാരണ കോച്ച് ടീം ബന്ധത്തിന്റെ കഥയല്ല. അതൊരു പ്രോസസ്സിന്റെ കഥയാണ്. ഒരു സ്ട്രക്ചർ ബിൽഡ് ചെയ്യാനുള്ള ശ്രമത്തിന്റെ കഥ. ഇവാൻ വുക്കോവനോവിച്ച് 2021 ടീമിലേക്ക് എത്തിയപ്പോൾ ബ്ലാസ്റ്റേഴ്സ് ഒരു അൺസ്റ്റേബിൾ പേസിലായിരുന്നു. കോച്ചസ് മാറി മാറി വരിക, കൺസിസ്റ്റന്റ് ആയ റിസൾട്ട് ഇല്ലാതിരിക്കുക, സ്ക്വാഡ് ക്ലാരിറ്റി കുറവ്, ടാക്ടിക്കൽ ഐഡന്റിറ്റി ഇല്ലാത്ത ഒരു അവസ്ഥ. അങ്ങനെയുള്ള ഒരു ടീമിലേക്കായിരുന്നു ഇവാൻ വുക്കോമനോവിച്ച് വന്നത്. പിന്നീട് ആദ്യ സീസണിൽ തന്നെ ഒരു ക്ലിയർ സ്ട്രക്ചർ ഇൻട്രൊഡ്യൂസ് ചെയ്തു. 4-4-2 ബേസ് ഫോർമേഷൻ, കംപാക്ട് ഡിഫൻസീവ് ഷേപ്പ്, ക്വിക്ക് ട്രാൻസിഷൻ. ഇത് വലിയ ഫാൻസി ടാക്ടിക്സ് ഒന്നുമല്ല, പക്ഷേ ഇന്ത്യൻ സൂപ്പർ ലീഗ് പോലൊരു കോമ്പറ്റീഷനിൽ കൺസിസ്റ്റൻസി ബിൽഡ് ചെയ്യാൻ ഇത് തന്നെ ധാരാളമായി. അതിന്റെ ഫലം നേരിട്ട് കണ്ടത് 2021-22 സീസണിൽ തന്നെയായിരുന്നു. കേരള ബ്ലാസ്റ്റേഴ്സ് ഫൈനൽ വരെ എത്തി ആ സീസണിൽ. അതൊരു വൺ ഓഫ് ദ ബെസ്റ്റ് പെർഫോമൻസ് ആയിരുന്നോ എന്ന ഡൗട്ട് ഉണ്ടായിരുന്നു എല്ലാവർക്കും. പക്ഷേ അടുത്ത 2 സീസണിലും പ്ലേ ഓഫ് ക്വാളിഫൈ ചെയ്തു. ഇവാൻ വുക്കോമനോവിച്ച് ഈ സിസ്റ്റം വർക്കാണെന്ന് തെളിയിക്കുകയും ചെയ്തു. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇവാൻ ബിൽഡ് ചെയ്തത് ഷോർട്ട് ടൈം സക്സസ് അല്ല, ലോങ് ടൈം കോമ്പറ്റേറ്റീവ് ടീമാണ്. ലൂണ പോലെയുള്ള പ്ലെയേഴ്സിനെ സെൻട്രൽ റോളിൽ യൂട്ടിലൈസ് ചെയ്തത്, ഡയമൻഡോസിനെ കൺസിസ്റ്റന്റ് ആയി ഗോൾ സ്കോററായി ഡെവലപ്പ് ചെയ്തത്, സഹൽ പോലുള്ള ഇന്ത്യൻ ടാലൻസിനെ ഡിഫൈൻഡ് റോളിൽ ഉപയോഗിച്ചത്, ഇവയെല്ലാം സ്ട്രക്ചേർഡ് കോച്ചിങ് ഡിസിഷൻ ആണ്. പക്ഷേ ഫുട്ബോളിൽ ടാക്ടിക്സ് മാത്രം മതി എന്നല്ല, കോഡ് ഡെപ്ത് ഈക്വലി ഇമ്പോർട്ടൻസ് ആണ്. കേരള ബ്ലാസ്റ്റേഴ്സ് FC റിപ്പീറ്റഡ്ലി സ്ട്രഗിൾ ചെയ്തതും ഈ ഭാഗത്ത് തന്നെ. ഇഞ്ചുറീസ് വന്നപ്പോൾ ബെഞ്ച് സ്ട്രെങ്ത് കുറവ് പ്രകടമായി. റീപ്ലേസ്മെന്റ്സ് സെയിം ഇമ്പാക്ട് നൽകാൻ കഴിഞ്ഞില്ല. ഇതൊരു സീസൺ ഇഷ്യൂ അല്ലായിരുന്നു, ഇതൊരു കറന്റ് പ്രോബ്ലം ആയിരുന്നു. ഇതിന്റെ കൂടെ വരുന്നത് മാനേജ്മെന്റ് ഡിസിഷൻസ് ആണ്. ട്രാൻസ്ഫർ വിൻഡോയിൽ വന്ന സൈനിങ്സ് എല്ലാം കോച്ചിന്റെ സിസ്റ്റം പെർഫെക്റ്റ്ലി ഫിറ്റ് ചെയ്തില്ല. ചില പൊസിഷനിൽ ആവശ്യമായ റൈൻഫോഴ്സ്മെന്റ് കിട്ടിയില്ല. ഒരു കോച്ചിന് പ്ലാൻ ഉണ്ടാകാം, പക്ഷെ ആ പ്ലാന് എക്സിക്യൂട്ട് ചെയ്യാൻ സ്ക്വാഡ് സപ്പോർട്ട് വേണം. ഇവിടെ തന്നെയാണ് ഗ്രാജ്വലി ആ ഗ്യാപ്പ് വന്നത്. കോച്ചിന്റെ വിഷനും മാനേജ്മെന്റിന്റെ എക്സിക്യൂഷനും തമ്മിൽ. അതിന്റെ പ്രഷർ സീസൺ കഴിഞ്ഞ് നമുക്ക് കാണാനായി. പിന്നീട് ബാംഗ്ലൂരിനെതിരെ വാക്കൗട്ട് പോലുള്ള ഇൻസിഡൻസും റഫറി ഇഷ്യൂസും മാനേജ്മെന്റ് പ്രശ്നങ്ങളും ഇവ എക്സ്റ്റേണൽ പ്രഷർ കൂട്ടി. പക്ഷേ പ്രധാന ചോദ്യം ഇതാണ്, കൺസിസ്റ്റന്റ് പ്ലേ ഓഫ് ക്വാളിഫിക്കേഷൻ ഉണ്ടെങ്കിലും നെക്സ്റ്റ് സ്റ്റെപ്പായ ട്രോഫി ചലഞ്ച് ചെയ്യാൻ ആവശ്യമായ ഓവറോൾ സപ്പോർട്ട് ടീമിന് ലഭിച്ചു. ഇതൊരു ഡിബേറ്റ് ആയിരിക്കും, പക്ഷേ പലരും ചൂണ്ടിക്കാണിക്കുന്നത് സ്ക്വാഡ് ഡെപ്തും റിക്രൂട്ട്മെന്റും ക്ലാരിറ്റിയുമാണ്. 2024 ഇവാൻ ക്ലബ്ബ് വിട്ടപ്പോൾ അത് പുവർലി പെർഫോമൻസ് ബേസ്ഡ് ഡിസിഷനായി മാത്രം കാണാൻ പറ്റില്ല. കാരണം നമ്പേഴ്സ് നോക്കിയാൽ ക്ലബ്ബ് ഹിസ്റ്ററിയിലെ മോസ്റ്റ് കൺസിസ്റ്റന്റ് പീരീഡ് അതായിരുന്നു. പക്ഷെ ഫുട്ബോൾ ക്ലബ്സ് ഡിസിഷൻസ് എടുക്കുമ്പോൾ ഇമ്മീഡിയറ്റ് റിസൾട്ട്സ്, ലോങ് ടേം പ്ലാനിങ്, ഇന്റേണൽ ഡൈനാമിക് ഇതെല്ലാം റോൾ പ്ലേ ചെയ്യും. അതിനാൽ തന്നെ ഈ എക്സിറ്റ് ഒരു സിമ്പിൾ സക്സസ് ഓർ ഫെയിലിയർ കാറ്റഗറിയിൽ ഇടാൻ പറ്റാത്തതാണ്. ഇവാൻ വുക്കോമനോവിച്ച് കേരള ബ്ലാസ്റ്റേഴ്സിൽ നിന്നും ഒരു ട്രോഫി കൊണ്ടുപോയിട്ടില്ല, അതൊരു ഫാക്റ്റാണ്. പക്ഷേ അതേസമയം ക്ലബിനെ സ്ഥിരമായി പ്ലേ ഓഫിൽ കോണ്ടിനേഷൻ നിർത്തിയ ഒരു പീരീഡ് അദ്ദേഹം ക്രിയേറ്റ് ചെയ്തു എന്നതും ഈക്വലി ഇമ്പോർട്ടൻ്റ് ആണ്. ഇന്ത്യൻ സൂപ്പർ ലീഗിൽ സ്റ്റാബിലിറ്റി ഇറ്റ്സെൽഫ് ഒരു അച്ചീവ്മെന്റ് തന്നെയാണ്, പ്രത്യേകിച്ച് കേരള ബ്ലാസ്റ്റേഴ്സ് പോലൊരു ഹൈ പ്രഷർ ഫാൻ ബേസ് ഉള്ള ടീമിൽ. പക്ഷേ ഇപ്പോഴും കേരള ബ്ലാസ്റ്റേഴ്സിന്റെ സിറ്റുവേഷനിൽ ബിഗ്ഗസ്റ്റ് ചലഞ്ച് എന്താണെന്നറിയാമോ? അതെ, കൺസിസ്റ്റന്റ് മെയിൻറ്റെയിൻ ചെയ്യുക. കാരണം ഒരു സിസ്റ്റം ബിൽഡ് ചെയ്യുന്നത് ഒരു സ്റ്റേജാണ്, അത് സസ്റ്റെയിൻ ചെയ്യുന്നത് കംപ്ലീറ്റ്ലി ഡിഫറെന്റ് ചലഞ്ചുമാണ്. ഇവാൻ ആ കാലഘട്ടം ഒരു ബെഞ്ച് മാർക്ക് സെറ്റ് ചെയ്തു. ഇനി വരുന്ന മാനേജ്മെന്റും കോച്ചിങ്ങും സ്റ്റാഫും ആ ലെവലിൽ മെയിൻറ്റെയിൻ ചെയ്യുകയോ അതിൽ നിന്ന് മുന്നോട്ട് പോകുകയോ ചെയ്യണം. അവസാനം ഒരു കാര്യം പറയാനുള്ളത്, ഇവാൻ വുക്കോമനോവിച്ചിന്റെ ടൈം കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് ഒരു ഇമോഷണൽ ഫേസ് മാത്രമല്ല, അത് കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകരുടെ ഒരു വികാരം കൂടിയാണ്. ഇവാൻ വുക്കോമനോവിച്ച് കാലഘട്ടം ഒരു കംപ്ലീറ്റ് ആവാത്ത ഒരു കഥയാണ്. കാരണം അവസാനത്തിൽ ട്രോഫീസ് ഇല്ല. അതുകൊണ്ട് തന്നെ ഈ ഒരു പീരീഡിനെ കംപ്ലീറ്റ്ലി സക്സസ് ആണോ ഫെയിലിയർ ആണോ എന്ന് ലേബൽ ചെയ്യുന്നതിന് പകരം അത് ക്ലബിന്റെ ഡെവലപ്മെന്റ് ജേണിയിൽ ഒരു സിഗ്നിഫിക്കന്റ് ചാപ്റ്റർ ആയി കാണുന്നതാണ് ശരി. നിങ്ങളൊരു കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകനാണെങ്കിൽ ഈ ഒരു കോച്ചിനെയും നിങ്ങൾ ഒരിക്കലും മറക്കാൻ കഴിയില്ല. കാരണം കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകരുടെ അത്രമേൽ മനസ്സിൽ ഇമ്പാക്റ്റ് ഉണ്ടാക്കിയ ഒരു കോച്ചാണ് ഇവാൻ വുക്കോമനോവിച്ച്. നിങ്ങൾക്ക് ഇവാൻ വുക്കോമനോവിച്ചിനെ ഇഷ്ടമാണെങ്കിൽ താഴെ കമന്റ് ചെയ്യൂ.